നോമ്പ് ധ്യാനം 40-ാം ദിനം. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. നോമ്പ് പ്രതീക്ഷയുടെ ഒരു കാലം. ജീവൻ നൽകിയ ക്രിസ്തുവിൻ്റെ പ്രതീക്ഷകളെയാണ് നോമ്പുകാലം തുറന്നു കാട്ടുന്നത്. പരീക്ഷകളെ അതിജീവിച്ച ക്രിസ്തു നമുക്ക് പരിചിതനാണ്. സൗഖ്യം നൽകുന്ന ക്രിസ്തു നമുക്ക് പരിചിതനാണ്. ക്രൂശിലൂടെ സമാധാനവും പാപമോചനവും നൽകിയ ക്രിസ്തുവും നമുക്ക് പരിചിതനാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ എന്തു തരത്തിലുള്ള പ്രതീക്ഷയാണ് നോമ്പുകാലം അവതരിപ്പിക്കുന്നത്? ജീവൻ നൽകിയ തന്നെ ഓർക്കുവാൻ ഒരു ജനതയുണ്ടാകും എന്ന പ്രതീക്ഷയാണ് നോമ്പുകാലം നൽകുന്നത്. തൻ്റെ സ്നേഹത്തിൻ്റെ വിലയെ മനസ്സിലാക്കുന്ന ഒരു ദേശം ഉണർന്ന് എഴുന്നേൽക്കും എന്ന ക്രിസ്തുവിൻ്റെ പ്രതീക്ഷയാണ് നോമ്പ് തുറന്നു കാട്ടുന്നത്. ജീവൻ നൽകിയ തനിക്കായി ജീവിതത്തിൻ്റെ ഒരംശമെങ്കിലും വേർതിരിക്കുവാൻ തയ്യാറാകുന്ന ഒരു മകനായി, മകളായി നാം മാറും എന്നുള്ള ക്രിസ്തുവിൻ്റെ പ്രതീക്ഷയാണ് നോമ്പുകാലം തുറന്ന് കാട്ടുന്നത്. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം നമുക്ക് ഏവർക്കും വളരെ പരിചിതമാണല്ലോ. അപ്പനെ വിട്ട് ഓടിപ്പോയ ഒരു മകനും അപ്പനോടൊപ്പം ചേർന്ന് ഉണ്ടായിരുന്നു എന്ന് നാം വിശ്വസിക്കുന്ന ഒരു മകനും, ഇവരുടെ നടുവേ നിൽക്കുന്ന ഒരു അപ്പനും. ഈ പിതാവിൻ്റെ ജീവിതത്തിലെ ചില സവിശേഷതകൾ ഈ ധ്യാനത്തിലൂടെ പങ്കുവയ്ക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, പ്രതീക്ഷയെ കൈവിടാത്ത പിതാവ്. നഷ്ടപ്പെട്ടു എന്ന് ലോകം വിധി എഴുതിയ മകനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പിതാവാണിത്. തൻ്റെ പങ്കിനായി മുറവിളി കൂട്ടിയ ഇളയ മകന് ചങ്ക് തകരുന്ന വേദനയോടെ സകലവും നൽകുമ്പോഴും പിതാവിനൊരു വിശ്വാസമുണ്ട്. എന്നെങ്കിലും തൻ്റെ സ്നേഹത്തെ ഈ മകൻ തിരിച്ചറിയും എന്ന വിശ്വാസം. ആ പിതാവിൻ്റെ കാത്തിരിപ്പിനെ മധുരമുള്ളതാക്കുന്നത് ഈ വിശ്വാസമാണ്. ലോകത്തിൻ്റെ കാഴ്ചകളിലേക്ക് തൻ്റെ ശ്രദ്ധയെ തിരിക്കാതെ വീടിൻ്റെ പടിവാതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരേയൊരു കാഴ്ചയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്: തൻ്റെ സ്വന്തം രക്തത്തിൻ്റെ തിരിച്ചുവരവ്. മകൻ്റെ കാഴ്ചകൾ അവൻ്റെ ഉൾക്കാഴ്ചയെ മറച്ചപ്പോൾ, നിറങ്ങളുടെ അതിപ്രസരങ്ങളിൽ തൻ്റെ കാഴ്ചയുടെ ഉത്ഭവമായിരുന്ന ഇടത്തെ മറന്നപ്പോൾ അവൻ്റെ ജീവിതം തകരുകയാണ്. അവൻ അനുഭവിച്ച ദാരിദ്ര്യം, ക്ഷാമം എന്നിവ പിതാവിൻ്റെ കണ്ണുനീരാണ്. മകൻ്റെ സുബോധത്തിനായി കാത്തിരിക്കുന്ന പിതാവിൻ്റെ കരച്ചിലാണ് ഇവ. മകന് ഈ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ പിതാവിൻ്റെ കാത്തിരിപ്പ് അർത്ഥശൂന്യമായി തീരുമായിരുന്നു. മകൻ പിന്നീട് അനുഭവിക്കേണ്ടി വരിക അഗ്നിനരകത്തിൻ്റെ അനുഭവമാണ്. നമ്മയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. നോമ്പ് ഉണർത്തേണ്ടത് ഈ പ്രതീക്ഷയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ പിതാവ് നമ്മെ വെച്ച് കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് നാം നമ്മുടെ ജീവിതത്തെ എത്തിക്കേണ്ടത്. അതിൻ്റെ നേരെ മുഖം തിരിക്കുമ്പോൾ, വഴി മാറി നടക്കുമ്പോൾ ജീവിതം ശൂന്യതയിലേക്ക് തെന്നി മാറുകയാണ് ചെയ്യുന്നത്. ആ പിതാവിനും ഉണ്ടായിരുന്നത് ഈ വലിയ സ്വപ്നമാണ്. തന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കുന്ന മക്കൾ, ഇടവും വലവും എന്നും കൂടെയുണ്ടാകുന്ന മക്കൾ, ജീവിതത്തിൻ്റെ സായാഹ്നത്തിലും ചേർത്ത് നിർത്തുന്ന തുണയാകുന്ന മക്കൾ. എന്നാൽ ഈ വലിയ സ്വപ്നമാണ് ഇവിടെ ഉടയപ്പെട്ടത്. ഇരുളിൻ്റെ അധിനിവേശത്തിൽ തൻ്റെ പങ്കുമായി നാടുവിട്ട ഇളയ മകനും, പിതാവിൻ്റെ കാലശേഷം ഉടമയാകാൻ അനുസരണം നടിക്കുന്ന മൂത്ത മകനും. പക്ഷെ പിതാവിൻ്റെ വെളിച്ചത്തെ തോൽപ്പിക്കുവാൻ ഇവിടെ കഴിയുന്നില്ല. അപ്പൻ്റെ കാത്തിരിപ്പ്, അപ്പൻ്റെ വിശ്വാസം, അപ്പൻ്റെ സ്നേഹം ഇരുവരെയും തോൽപ്പിക്കുന്നുണ്ട് താനും. പിതാവിൻ്റെ കാത്തിരിപ്പ് മക്കളുടെ തിരിച്ചുവരവിന് മുഖാന്തരമാകണം. രണ്ടാമതായി, സ്നേഹത്തിൽ കലർപ്പില്ലാത്ത പിതാവ്. സ്നേഹത്തിൽ കലർപ്പില്ലാത്ത പിതാവ്. ഇളയ മകൻ്റെ വാശിയുടെ മുമ്പിൽ, എടുത്തുചാട്ടത്തിന് മുമ്പിൽ നിശബ്ദനായി നിൽക്കുന്ന പിതാവ് ആദ്യ ഭാഗത്തും, മൂത്ത മകൻ്റെ മുഖം മൂടി തിരിച്ചറിഞ്ഞതിന് ശേഷം പ്രക്ഷോഭിതനാകാതെ നിൽക്കുന്ന പിതാവ് അവസാന ഭാഗത്തും പലപ്പോഴും വിമർശിക്കപ്പെടുമ്പോൾ, നീറുന്ന ഹൃദയത്തെ ഉള്ളിലൊതുക്കിയ അപ്പൻ ഈ വിമർശനങ്ങളെ അർത്ഥശൂന്യമാക്കുകയാണ്. താൻ ഇതുവരെ കണ്ടതൊന്നും സത്യമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിൽ വെന്തെരിയുന്ന പിതാവാണിത്. ഉപമയുടെ അവസാന ഭാഗം സന്തോഷവാനായ പിതാവായി പലപ്പോഴും അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇളയ മകൻ്റെ അതിമോഹവും അത്യാഗ്രഹവും മൂലമുള്ള തുടക്കത്തിലെ യാത്രയിൽ മനം പൊള്ളുന്ന പിതാവിന് അല്പം ആശ്വാസം തൻ്റെ മൂത്ത മകനാണ്. തൻ്റെ ഹൃദയം നേറിയുള്ള പ്രാർത്ഥന ഇളയ മകനെ തിരികെ കൊണ്ടുവരുമ്പോൾ സന്തോഷവാനാകുന്ന പിതാവ് വീണ്ടും ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നു.
തൻ്റെ മൂത്ത മകൻ്റെ യഥാർത്ഥ മുഖം വെളിവാക്കപ്പെടുമ്പോൾ താൻ വീണ്ടും ചതിക്കപ്പെട്ടു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അവിടെയും അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ക്ഷുഭിതനാകുന്നില്ല, ശിക്ഷിക്കുന്നില്ല. 31-32 വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വേദനയുടെ രുചിയോടെയാണ് നാം വായിക്കേണ്ടത്. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന നന്മ തെറ്റിപ്പോയി സകലവും നഷ്ടമാക്കി തിരിച്ചു വന്ന അനുജന് എന്തിനു കൊടുത്തു എന്ന ചോദ്യം കൊണ്ട് പാഞ്ഞെടുത്ത മകൻ്റെ മുമ്പിൽ ആ നിസ്സഹായനായ പിതാവ് തൻ്റെ സന്തോഷത്തിൻ്റെ കാരണത്തെ വ്യക്തമാക്കുവാൻ പ്രയാസപ്പെടുകയാണ്. മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന വാചകം ചില തിരിച്ചറിവുകളുടെ മധ്യത്തിലാണ് പിതാവ് പറയുന്നത്. കാണാതെ പോയിരുന്ന തൻ്റെ ഇളയ മകൻ്റെ തിരിച്ചുവരവ് തൻ്റെ കാത്തിരിപ്പിനെ പൂർത്തീകരിച്ചു. ആകയാൽ സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന വിശാലമായ ഉത്തരത്തോടെ ഉപമ അവസാനിക്കുമ്പോൾ പിതാവ് വീണ്ടും ജീവിതത്തിൽ കയ്പുനീര് കുടിക്കുകയാണ്. തൻ്റെ മകൻ്റെ മുമ്പിൽ തൻ്റെ പ്രവൃത്തിയിലെ നീതി വ്യക്തമാക്കേണ്ടി വരുന്ന പിതാവ് ഒരിക്കലും സന്തോഷവാനല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അപ്പോഴും വലുതാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ അല്പം പോലും കുറവ് വരുന്നില്ല. ഒന്ന് ചിന്തിച്ചാൽ ഇളയ മകൻ്റെ തിരിച്ചുവരവ് അവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. സകല വാതിലുകളും അടഞ്ഞപ്പോഴാണ് പിതാവിൻ്റെ അടുക്കലേക്ക് അവൻ്റെ കണ്ണുകളെ അവൻ ഉയർത്തുന്നത്. പിതാവല്ലാതെ മറ്റൊരു വഴിയുമില്ല ഇനി ജീവിക്കുവാൻ എന്ന് മനസ്സിലാക്കിയ നിമിഷം മാത്രമാണ് അവൻ പാപം ഏറ്റുപറവാൻ പരിശീലിക്കുന്നത്. അപ്പോഴും അപ്പനെ താൻ വേദനിപ്പിച്ചു എന്നല്ല അവൻ ഓർക്കുന്നത്, മറിച്ച് അപ്പൻ്റെ വിഭവങ്ങളും സമൃദ്ധിയുമാണ് അവൻ്റെ മനസ്സിലേക്കെത്തുന്നത്. അപ്പൻ്റെ നിലയ്ക്കാത്ത സ്നേഹം അപ്പോഴും അവിടെ വിഷയമാകുന്നില്ല. അപ്പനല്ലാതെ മറ്റെന്തെങ്കിലും വഴി അവൻ കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ മടങ്ങിവരവ് പോലും സംഭവിക്കുമായിരുന്നില്ല. മൂത്ത മകൻ്റെ അപ്പനോടുള്ള വിധേയപ്പെടലും ഈ മുഖംമൂടിയാണ്. അനുജൻ്റെ യാത്രയിൽ ഒരുപക്ഷെ ഉള്ളിൽ സന്തോഷിച്ച ജ്യേഷ്ഠനാകാം ഇത്. തൻ്റെ പങ്കും അപ്പൻ്റെ പങ്കും ചേർന്ന് അടുത്തയുടെ ഉടമയാകാൻ കിനാവ് കണ്ടിരിക്കുന്ന ഒരാളാകാം ഈ മകൻ. ഈ സ്വപ്നമാകാം അവനെ പിതാവിനോട് ചേർത്ത് നിർത്തുന്നത്. തൻ്റെ പരിപൂർണ അനുസരണവും വിധേയപ്പെടലും കൊണ്ട് ലക്ഷ്യമിട്ടിരുന്ന ഒരു ഉദ്ദേശം തകിടം മറിയുന്നു എന്ന തോന്നൽ അവനിലെ ഇരുളിനെ പുറത്തു കൊണ്ടുവരുന്നു. ബാല്യക്കാരനിലൂടെ തൻ്റെ അനുജൻ്റെ തിരിച്ചുവരവും അപ്പൻ്റെ ആനന്ദവും മനസ്സിലാക്കി അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ പോലും മനസ്സില്ലാതെ നിൽക്കുന്നു. തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന തിരിച്ചറിവ് സകല സന്തോഷങ്ങളിൽ നിന്നും അവനെ അന്യനാക്കുന്നു. തൻ്റെ നിലനിൽപ്പിനായി അപ്പനെ തേടി വന്ന ഇളയ മകനും ഗൂഢമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ അപ്പനോട് ചേർന്ന് നിന്ന മൂത്ത മകന് മുമ്പിൽ കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടമയാകാൻ അപ്പൻ നിലകൊള്ളുകയാണ്. സ്നേഹിക്കുവാനായി മാത്രം സ്നേഹിക്കുന്ന പിതാവ്, സ്നേഹം നടിക്കുന്ന മക്കളുടെ മുമ്പിൽ സ്നേഹിക്കുവാനായി മാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവ്. ആ സ്നേഹത്തിന് പിന്നിൽ മറ്റൊരു വ്യക്തി താല്പര്യങ്ങളോ മുതലെടുപ്പുകളോ ഇല്ല. സ്നേഹം അതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ ഇവിടെ ദൃശ്യമാകുകയാണ്. ആ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരംശം പോലും തൻ്റെ മക്കളുടെ സ്നേഹത്തിൽ ഇല്ലാതെ പോയല്ലോ എന്ന വേദനയിലും അതേ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. ഈ സ്നേഹമാണ് നമ്മുടെ ദൈവത്തിനുമുള്ളത്. നമ്മുടെ പ്രകടനങ്ങൾക്ക് പുറത്തെ സൗന്ദര്യം മാത്രമേ ഉള്ളൂവെന്നും ഉള്ളിൽ തീർത്തും പൊള്ളയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മെ നിരന്തരം സ്നേഹിക്കുന്ന ഒരു പിതാവ്. നമ്മുടെ സ്നേഹപ്രകടനങ്ങൾക്ക് പുറത്തെ സൗന്ദര്യം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഉള്ളിൽ തീർത്തും പൊള്ളയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മെ നിരന്തരം സ്നേഹിക്കുന്ന ഒരു പിതാവ്. പത്രോസ് തള്ളിപ്പറയും എന്നറിഞ്ഞിട്ടും പത്രോസിന് വേണ്ടി കൂടെ ക്രൂശിൽ തൂങ്ങിയവനാണ് ക്രിസ്തു. തോമസ് ഓടിപ്പോകും എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കൂടെ ക്രൂശിതനായവനാണ് ക്രിസ്തു. യൂദ ഒറ്റിക്കൊടുക്കും എന്ന പൂർണ്ണ നിശ്ചയം ഉണ്ടായിട്ടും അവന് വേണ്ടിയും ക്രൂശിതനായവനാണ് ക്രിസ്തു. ഇതേ ക്രിസ്തുവാണ് നമുക്ക് വേണ്ടിയും ക്രൂശിതനായത്, കഷ്ടം സഹിച്ചത്, മരിച്ചത്. ഇതേ ക്രിസ്തുവാണ് തള്ളിപ്പറഞ്ഞ പത്രോസിനും ഓടിപ്പോയ തോമസിനും ഒറ്റിക്കൊടുത്ത യൂദായിക്കും സ്നേഹം നടിക്കുന്ന എനിക്കും വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത്. ഈ വലിയ സ്നേഹത്തെയാണ് നാം പറ്റിക്കാൻ ശ്രമിക്കുന്നത്. ഈ നോമ്പും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെയാണ്. സ്നേഹിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രം സ്നേഹിക്കുക, സ്നേഹിക്കുവാനായി മാത്രം സ്നേഹിക്കുക, സ്നേഹിക്കുവാനായി മാത്രം ജീവിക്കുക, സ്നേഹിക്കുവാനായി മരിക്കുവാൻ പോലും തയ്യാറാകുക. അപ്പൻ്റെ ഈ പ്രതീക്ഷയാണ് നോമ്പിൻ്റെ ആധാരം. അപ്പൻ്റെ ഈ സ്വപ്നങ്ങളിലേക്കാണ് നോമ്പ് നമ്മെ നയിക്കുന്നത്. അപ്പൻ്റെ ഈ നിസ്വാർത്ഥ സ്നേഹമാണ് നമ്മുടെ മുമ്പിൽ തുറന്ന് കാട്ടുന്നത്.
അപ്പനെ തിരിച്ചറിയുവാൻ അവനായി തൻ്റെ ജീവനെ നൽകുവാൻ ഈ നോമ്പിൻ്റെ നാളുകളിലും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലും നമുക്ക് സാധ്യമാകട്ടെ. ആയതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷിതാവായുള്ളോവേ, നിന്റെ മഹാസ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നീ ഞങ്ങളിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്ന വലിയ സ്വപ്നങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ അതിൽ നിന്ന് ഒരുപാട് അകന്നുപോയെങ്കിലും ഇന്നും ഞങ്ങളെ നിന്റെ നിത്യസ്നേഹത്താൽ അത് ഓർമ്മിപ്പിക്കുന്നുവല്ലോ. പലപ്പോഴും നിന്റെ മുമ്പിൽ സ്നേഹം നടിക്കുമ്പോഴും പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ പ്രഹസനങ്ങളായി മാത്രം മാറുമ്പോഴും നിർവ്യാജമായി സ്നേഹിക്കുവാൻ, ഉറപ്പോടെ വിശ്വസിക്കുവാൻ ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിനായി സ്തുതി. ആ വെല്ലുവിളിയെ ഉള്ളിലേറ്റി നിനക്കായി നിരന്തരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വേദനകളെ ഏറ്റെടുക്കുവാനും നിന്റെ സഹനങ്ങളെ തിരിച്ചറിയുവാനും നിന്റെ ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ ജീവിക്കുവാനും നിന്റെ രണ്ടാമത്തെ വരവിൽ മഹത്വത്തോടെ നിന്നെ എതിരേൽപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടുകൂടെ കേൾക്കുമാറാകണമേ. ആമേൻ.